Hi, good morning. It's me, Simon, YouTube channel, Simon Varghese, Instagram, Simon Varghese, Facebook. Welcomes you all. നമ്മൾ ഒരു എലക്ഷൻ നടക്കുന്നത് കൊണ്ട് ജനകീയമായ എലക്ഷൻ നടക്കട്ടെ, നമ്മുടെ ചാനൽ വളരെ ഇടപെടാതെ പിൻവാങ്ങി നിൽക്കുകയായിരുന്നു. എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു, എന്നിട്ടും പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. ഈ സാഹചര്യത്തിൽ നമ്മൾ ഒരഭിപ്രായം പറയാതിരിക്കാൻ പറ്റാത്ത സ്ഥിതി നമ്മുടെ ആളുകൾക്ക് വിളിച്ചു ചോദിക്കാൻ തുടങ്ങി, എന്താണ് സാർ ഇങ്ങനെ? തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷക്കാലം സ്തുത്യർഹമായൊരു സേവനമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്തത്. ഒരുമാതിരി കാര്യങ്ങൾ പഠിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം, വി ഡി സതീശൻ ധാരാളം ആരോപണങ്ങൾ കൊണ്ടുവന്നു. അതെല്ലാം ഒരു സോപ്പിൻ കുമിള പോലെ പൊട്ടിപ്പോയി. പക്ഷേ അദ്ദേഹം നിരാശനായില്ല, പ്രചരണം തുടർന്നു. അദ്ദേഹത്തിന് സപ്പോർട്ടായി പല മാധ്യമങ്ങളും വന്നു. പിന്നെ ഡൽഹിയിൽ നിന്നൊരു വിദഗ്ധനെ വരുത്തി. ആ വിദഗ്ധനെ ഒരു ചാനൽ ഇയാൾ ആരാന്നൊക്കെ ചോദിക്കും, പക്ഷേ അയാൾ ബുദ്ധിമാനായിരുന്നു. അതായത് ആടിനെ പട്ടിയാക്കി. നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഒരു ബ്രാഹ്മണൻ ശ്രേഷ്ഠന് കിട്ടിയ ആട്ടിൻകുട്ടിയെ 4-5 തെരുവിലെ ബുദ്ധിമാന്മാരായ ഗുണ്ടകൾ വിചാരിച്ചപ്പം അവർ 5 സ്ഥലത്തായിട്ട് നിന്ന് ഓരോ സ്ഥലത്തും ആദ്യം പറഞ്ഞു പട്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ ഏഭ്യ ഇത് പട്ടിയല്ല ആട്ടിൻകുട്ടി ആടാന്നൊക്കെ പറഞ്ഞു. രണ്ടാമത് നിന്നപ്പം തിരുമേനിയെ എന്താണ് ഈ പട്ടിയും കൊണ്ട് ശ്വാനനെയും കൊണ്ട് നടക്കുന്നത്? അപ്പം തിരുമേനിയുടെ ഉള്ളിൽ ഒരു ചെറിയ സംശയം വന്നു. എങ്കിലും അഭ്യ ഇത് ആട്ടിൻകുട്ടിയാടാന്ന് പറഞ്ഞ് പോയി. പക്ഷെ 3ാമത് ജംഗ്ഷനിൽ ചെന്നപ്പം ഇതൊന്നും അറിയാത്തൊരു പാവത്തെ പോലെ ഒരാൾ ചാടി വീണ്, എന്ത് തിരുമേനി നായം കൊണ്ട് നടക്കണോ? അപ്പോൾ തിരുമേനിക്ക് നല്ല സംശയമായി. തിരുമേനി ഒന്നും മിണ്ടിയില്ല, വേഗം എല്ലെത്തെത്താൻ വേണ്ടി നടന്നു. പക്ഷെ അതിന് ഇടയിൽ വീണ്ടും ഒരാൾ എത്തി പറഞ്ഞു, ശാനിനെയും കൊണ്ട് നടക്കുന്ന ഏഭ്യൻ എന്ന് പറഞ്ഞു. അപ്പം തിരുമേനിക്ക് മനസ്സിലാക്കില്ല, കാര്യം കുഴപ്പത്തിലായി. തിരുമേനി എറിഞ്ഞു കളഞ്ഞു പോയി. ഈ ആശാന്മാരെല്ലാം കൂടെ ആട്ടിൻകുട്ടിയെ കൊണ്ടുപോയി. നമുക്കറിയാം എന്തായാലും എന്ന് പറഞ്ഞതുപോലൊരു സംഭവം കേരളത്തിൽ നടന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം, അതിന് 5 വർഷത്തെയും കൂടെ കൂട്ടിക്കോ, പ്ലസ് ഇത്രയും സുസ്ഥിരമായ ഒരു കാലഘട്ടം വേറെ ഉണ്ടായിട്ടില്ല കേരളത്തിലെ ഭരണത്തിൻ്റെ മികവിൽ. നമുക്കറിയാം, കോവിഡ് വന്നു. സമ്പന്ന രാജ്യങ്ങളിൽ പോലും ആളുകൾ പിടഞ്ഞു വീണ് മരിച്ചു. അന്നിവിടെ കർഫ്യൂ ആയിരുന്നു, ജോലിക്ക് പോകാൻ പറ്റി. നമുക്ക് ഭക്ഷണ സാധനങ്ങൾ ഗവൺമെൻറ് തന്നു. ഇന്ന് ഇവിടെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്ന ദമ്പതികൾ പോലും പറഞ്ഞു, എൻ്റെ രാജ്യത്തായിരുന്നെങ്കിൽ ഞങ്ങൾ മരണപ്പെട്ടു പോയേനെ. ആലപ്പുഴ ജില്ലയിൽ അവർ സർവൈവ് ചെയ്തു, അവർ സന്തോഷമായിട്ട് തിരിച്ചു പോയി. അങ്ങനെ വിദേശികളടക്കം പറഞ്ഞ്. അതുപോലെ നമ്മുടെ വെള്ളപ്പൊക്കം, അതിനെ നേരിട്ട് ഞാനിപ്പോഴും ഓർക്കുക, ഞങ്ങളുടെ ചിങ്ങവനത്തുള്ള ഒരു കൺസോ കമ്പനി ഉടമ, അദ്ദേഹത്തിൻ്റെ തൻ്റെ മിടുക്കനുമാണ്, ആരോഗ്യമുള്ള മനുഷ്യൻ, നല്ല മനുഷ്യ സ്നേഹിയാണ്, പ്രാർത്ഥിക്കുന്നൊക്കെ ആൾ. അദ്ദേഹത്തിൻ്റെ ടിപ്പറിൽ ഒരു ലോഡ് സാധനമായിട്ട് പോയി ഇവിടെ നമ്മുടെ ചെങ്ങന്നൂരപ്പുറം വെള്ളത്തിലെല്ലാം കൊണ്ട് വിതരണം. അപ്പം ഞാൻ നേരിട്ട് ചോദിച്ചു, ഇത് എങ്ങനെ? അപ്പോൾ പറഞ്ഞു, അതിൻ്റെ വീൽ പാഡ് വലുതായതുകൊണ്ട്, ടിപ്പറല്ലേ, ടോറസോ ടിപ്പറോ മറ്റാ, അതിൻ്റെ എൻജിനിൽ വെള്ളം കയറത്തില്ല, അതുപോലെ ഹൈ പവർ എൻജിനല്ലേ. ഞാനൊന്നും ഓർത്തില്ല, നമ്മുടെ ജനങ്ങളെ ഞാൻ മനസ്സിൽ കണ്ടുള്ളൂ. ഞാൻ ഓർക്കുക, ഇത്രയും വലിയൊരു വ്യവസായിയുടെ മനസ്സാക്ഷി ഞാൻ കണ്ടതാണ്. ഇതൊക്കെ ഞാൻ പറയാൻ വന്ന സന്ദർഭവശാലാണ്. അങ്ങനെയുള്ളൊരു ഗവൺമെൻറ്റിനെ നമ്മുടെ തിരുമേനിയെ പറ്റിച്ചതുപോലെ ജനങ്ങളെ പറ്റിച്ച് 102 സീറ്റും കിട്ടി. എന്നിട്ട് അതിനുവേണ്ടി അധ്വാനിച്ച വി ഡി സതീശനെ മാറ്റി മണ്ണും ചാരി പെണ്ണും കൊണ്ട് പോകുന്നത് പോലെ ഡൽഹിയിൽ നിന്ന് ഇവിടെ നേതൃത്വം കൊടുക്കാൻ വന്നില്ലെന്ന് പറയുന്നില്ല, വന്നു. പക്ഷേ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിച്ച പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അതിനുശേഷം ഇപ്പം പറയാം, മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി ആയെന്താ? കേന്ദ്രത്തിൽ നിലവിൽ ജനകീയ സപ്പോർട്ട് ഉണ്ടെങ്കിലും എം പിമാരുടെ എണ്ണം കോൺഗ്രസ്സിന് കുറവാണ്. അതിൽ പ്രമുഖനായ എം പി രാജിവെച്ച് കേരളത്തിൽ മത്സരിച്ച കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾ എത്ര വലിയ കേമനാണേലും പണ്ട് ഇവിടെ ഒരു മന്ത്രി മത്സരിച്ച് തോറ്റത് നമുക്കറിയാം.
തോൽപ്പിച്ചാലോ, ജനങ്ങൾ തോൽപ്പിച്ചാലോ? എല്ലാവരും കൂടെ ഇറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? തോറ്റു പോകും. അങ്ങനെ തോറ്റാലോ ഈ 5 വർഷക്കാലം തമ്മിലടിച്ച് 3 വർഷമാകുമ്പോൾ രാജിവെച്ച് പോകേണ്ടി വരും. അതായത് കേന്ദ്ര ഗവൺമെൻറ് നോക്കിയിരിക്കുകയാണ്. സാമ്പത്തികമായി ഒരു ബ്രേക്കിംഗ് ഉണ്ടായാൽ ഇടതുപക്ഷ ഗവൺമെൻറ്റൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് പിടിച്ചു നിന്ന്. നിങ്ങളെ പിരിച്ചുവിടും. അത് കേരളം ഭരിക്കാൻ ഖജനാവ് കാലിയാണ്. അത് സോഴ്സ് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ പിരിച്ചുവിടാൻ ഭരണഘടനാ വകുപ്പുണ്ട്, പിരിച്ചുവിടും. അപ്പം ഇങ്ങനെ തമ്മിൽ തല്ലി, പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ വേറൊരു ഗവൺമെൻറ് അവർ നോക്കിയിരിക്കുകയാണ്. ഇപ്പം തന്നെ നമുക്കറിയാം 105 സീറ്റ് കിട്ടിയിട്ട് ചെറിയ ഇത് പറഞ്ഞ് ഭൂരിപക്ഷമുള്ള സംഘടനയെ ഭൂരിപക്ഷമുള്ള ഒരു ആളെ ക്ഷണിക്കണമെന്നാണ് നിയമമെങ്കിലും ഗവർണർ ക്ഷണിച്ചില്ല തമിഴ്നാട്ടിൽ. അത്രയും ഗൗരവമായി നിൽക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഈ തമ്മിലടി. എന്തായാലും ഇനിയൊരു ഇലക്ഷൻ നടത്താൻ കോൺഗ്രസ്സിന് സാമ്പത്തികം ഉണ്ടോ നമുക്ക് സംശയമുണ്ട്. 2 ഉപതെരഞ്ഞെടുപ്പാണ്. 2ാമത്തെ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ തീർന്നു. അതുകൊണ്ട് ദയവായി 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 തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ വിശ്വാസം ഏൽപ്പിക്കണമെന്നാണ് ഒരു സ്വതന്ത്ര ചാനൽ ഇസ്മി സൈമൺ യൂട്യൂബ് ചാനലിന് പറയാനുള്ളത്. നമുക്കറിയാം, ആക്ച്വലി നെഞ്ചത്ത് കൈവച്ച് പറയാം, ഭരണ തുടർച്ച കിട്ടേണ്ടുന്ന ഒരു ഗവൺമെൻറ് തന്നെയായിരുന്നു. അത് ഭരിക്കാൻ എന്തുകൊണ്ട് യോഗ്യനായിരുന്നു പിണറായി വിജയൻ സാറ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. എന്നിരുന്നാലും ഒരു മാറ്റം വരട്ടെ എന്ന് ജനങ്ങൾ കരുതി. ആ വിനയവും ആ സ്നേഹവും നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കണം, മാറ്റം വരുത്തണം. നമുക്ക് എന്തായാലും കഴിഞ്ഞ 2 ടേമിൽ നടത്തിയ ഭരണത്തേക്കാൾ സൂപ്പറായൊരു ഭരണം നിങ്ങൾ നടത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ ഇത് കണ്ടിട്ട് വളരെ മോശമായിട്ട് പോകുന്നു. മറ്റുള്ളവർ നാട്ടുകാർ പുച്ഛിക്കാൻ ഇടവരും. ദയവായി നമുക്ക് ഒരു യോജിച്ച തീരുമാനമെടുത്താം. നമ്മുടെ വി ഡി സതീശനെ തന്നെ, അദ്ദേഹത്തിൻ്റെ കുറവുകളും, അദ്ദേഹം വലിയ അമാനുഷികമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിണറായി വിജയൻ സാറിൻ്റെ മുമ്പിൽ നിൽക്കാനൊന്നും അത്രയൊന്നുമില്ല. എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് വിശ്വാസത്തിൽ അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രി ആക്കണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം, നമ്മുടെ ചാനലിൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ എൻ്റെയും അഭിപ്രായം. തീർച്ചയായിട്ടും ഒരു ബന്ധപ്പെട്ടവർ ഇടപെട്ട പ്രശ്നത്തിൽ ഒരു പ്രശ്നത്തിൽ തീരുമാനം ഉണ്ടാക്കണമെന്നാണ് ഇസ്മി സൈമൺ യൂട്യൂബ് ചാനലിൽ പറയാനുള്ളത്. എന്തായാലും ഇനി മിണ്ടായിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും മിണ്ടണം. കേരളത്തിനായാലും കേരളത്തിലുള്ളവർ തന്നെ പറയണം, വോട്ട് ചെയ്ത ആളുകൾ തന്നെ പറയണം. അല്ല എങ്കിൽ വേറൊരാളെ കൊണ്ട് വന്നാൽ നമ്മൾ സ്വീകരിക്കത്തില്ല, അത് പറയണം, സ്വീകരിക്കത്തില്ല. ഇനി മിണ്ടായിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അബദ്ധം പറ്റിപ്പോയി. അതിനൊരു ചാനലുകാരൻ പറഞ്ഞ പോലെ അബദ്ധം പറ്റിപ്പോയി, ഇവന്മാരെ ജയിപ്പിക്കാൻ വേണ്ടി പാടുപെട്ട് വെറുതെ ആയിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എത്രയും പേർ തീരുമാനമെടുത്ത്, സുസ്ഥിരമായ ഒരു തീരുമാനമെടുത്ത് കേരളത്തിലെ ജനങ്ങളെ അപമാനത്തിന് രക്ഷിക്കണമെന്നാണ് പറയാനുള്ളത്. കിട്ടിയ മാൻഡേറ്റ് ഫലപ്രദമായി വിനിയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അല്ല എങ്കിൽ ജനങ്ങൾ അടങ്ങിയിരിക്കത്തില്ല. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഒത്തിരി ചരിത്രങ്ങളുണ്ട്. അതുകൊണ്ട് വിനയത്തോടെ ജനങ്ങളുടെ മുമ്പിൽ വന്ന് മാപ്പ് പറഞ്ഞ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കണമെന്നാണ് ഇസ്മി സൈമൺ യൂട്യൂബ് ചാനൽ പറയാനുള്ളത്. ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാന്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. താങ്ക് യു വെരി മച്ച്.